ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ റയലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലാണ് റയലിനെ സമനിലയിൽ തളച്ചത്. ഈ മത്സരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ റയലിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിരുന്നു. ഡീൻ ഹുയ്സണും അതുപോലെ തന്നെ അലക്സാണ്ടർ അർണോൾഡും അരങ്ങേറ്റം നടത്തിയിരുന്നു. മാത്രമല്ല സാബിക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം കൂടിയാണ് റയൽ ഇന്നലെ കളിച്ചിട്ടുള്ളത്. വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇവർക്കെല്ലാവർക്കും നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഈ മത്സരത്തെ ഇപ്പോൾ അലക്സാണ്ടർ അർണോൾഡ് വിലയിരുത്തിയിട്ടുണ്ട്. താരങ്ങൾ എല്ലാവരും ക്ഷീണിതരാണ്, ഒരുപാട് മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് എത്തുന്നത് എന്നൊക്കെയാണ് അർണോൾഡ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ റയൽ ഇംപ്രൂവ് ആവുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു സീസൺ കഴിഞ്ഞ ഉടനെയാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിക്ക് ഒരൽപ്പം കുറവ് ഉണ്ടാകും. ഒരു സീസണിൽ 50ഉം 60ഉം മത്സരങ്ങൾ കളിച്ച് താരങ്ങൾ തളർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ടീമുകൾ സ്ട്രഗിൾ ചെയ്യുന്നത്. മാത്രമല്ല ഈ ചൂടും ഹ്യൂമിഡിറ്റിയും പല താരങ്ങൾക്കും പരിചയമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇത് പരിചയമാകുമെന്നും ഇംപ്രൂവ് ആകുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഇതാണ് അലക്സാണ്ടർ അർണോൾഡ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഗ്രൂപ്പിൽ നിന്നും 2 ക്ലബ്ബുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ റയലിന് അടുത്ത മത്സരങ്ങൾ വിജയിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പച്ചൂക്കയും അതുപോലെ തന്നെ സാൽസ്ബർഗുമാണ് റയലിൻ്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.